ഒരിക്കൽ അനിയൻ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടത്തിയമ്മേ അയാൾ ഞാനോ ഡിസ്കഷൻ നടത്തുന്നൊന്നുമില്ല, അയാൾ ഫുൾ ടൈം അവിടെ ഫോണിലാണെന്ന്. അവനെനിക്ക് സൂചന തന്നാവാം, ഞാൻ മണ്ടി അന്നും മനസ്സിലാക്കിയില്ല. എന്നിട്ട് ഇയാളുടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് അതാ. ഫോൺ എൻ്റെ ഇയാൾ കൊണ്ടുതന്നു. ഇയാൾ ഒളിവിലിരുന്നപ്പോൾ ഒരു നമ്പറിൽ എന്നെ ഒറ്റ സെക്കൻഡേ വിളിക്കുന്നു 40 ദിവസം. ആ കുഞ്ഞിനെ സ്കൂളിൽ പോലും നാണക്കേട് കാരണം എനിക്ക് വിടാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ താമസിച്ചത്. 40 ഇയാൾ ഫോൺ കുഞ്ഞിന് കളിക്കാം. ആ ഫോണിൽ ഇവരുടെ കോൾ സംഭാഷണം ഞാൻ കേട്ടു. 3 മണിക്കൂറുള്ള ഒരു കോൾ റെക്കോർഡ് എൻ്റെ കിട്ടി. അത് ഞാൻ കേട്ടെന്ന് അറിഞ്ഞെന്ന് എനിക്ക് ആ ഫോൺ തപ്പിപ്പിടിച്ചത് ഡിലീറ്റ് ചെയ്തു. കേട്ടതെല്ലാം എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളും കാര്യങ്ങളും അത് ഞാൻ പുറത്ത് പറയുന്നില്ല. അത് പകുതി കേട്ടപ്പോൾ തന്നെ ഞാൻ ട്രോമയിലായി. വേറെ എന്തെങ്കിലും? വേറെ സ്വാഭാവികമായിട്ടും വിശേഷങ്ങളാണല്ലോ, എല്ലാ വിശേഷങ്ങളും ചിരിയും കളിയും തമാശകളും ഒക്കെ. അതിനുശേഷം ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. ഇതാ കേട്ടെന്ന് പറഞ്ഞോണ്ട് ഇയാൾക്ക് വെപ്രാളമായി. അങ്ങനെ ഒരു മെയ്യിൽ എൻ്റെ കസിൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ആ വീട്ടിലേക്ക് പോകരുത്. അവരൊക്കെ അന്ന് ഞാൻ പിരിയുന്നെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആൾക്കാരാ. എടി ഒരു ജീവിതമല്ലേ ഉള്ളൂ, നീ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കാം. അന്ന് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ 2 വർഷം നോക്കാതിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ പിന്നീട് പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോകരുത്, അവൻ ശരിയല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴാണ്, രാത്രി കാലങ്ങളിൽ ഇവൻ ഇവളുമായിട്ട് കറക്കമാണ്. ഹസ്ബൻഡ് നാട്ടിലുണ്ട്, 2 മക്കളുണ്ട്, അവളുടെ ഉമ്മയുണ്ട്, എന്നിട്ടും കറക്കാം. പിന്നീട് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഓഫീസിൽ ആലപ്പുഴക്കാരി, അവൾ മൂവാറ്റുപുഴക്കാരി, കെട്ടിച്ചിരിക്കുന്ന ആലപ്പുഴ. ഓഫീസിൽ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, മോളെ ഓഫീസിൽ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ അച്ഛന് കൂട്ടത്തിൽ ആരുണ്ട്? അമ്മയും മറ്റേ ആൻറ്റിയും ഉണ്ടാവാറുണ്ട്. പുള്ളി അച്ഛനും ആൻറ്റിയും കൂടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് കഴിപ്പൊക്കെയാണ്. ഞാൻ അവിടെ ഇരുന്ന് കളർ പെൻസിൽ കൊണ്ട് വന്നിട്ട് വരയ്ക്കും. അവൾ കുഞ്ഞിനെ കൊണ്ടുപോലും അയാൾ അതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത്. സത്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കള്ളമില്ലല്ലോ, ഒരു പറയുമല്ലോ, പിഞ്ചു മനസ്സിൽ കള്ളമില്ല. അന്ന് ഞാൻ ഇയാളോട് പോലും പറയാതെ ടി സി വാങ്ങിച്ചു. അന്ന് അയാൾ ഞെട്ടി വിളിച്ചു തന്നെ, ടി സി വാങ്ങിച്ചു, നീ ഭയങ്കര അഭിനയമായിരുന്നു ടി സി. ഞാൻ പറഞ്ഞ എടാ പറയാൻ പറ്റത്തില്ല ഈ ഭാഷ. ഞാൻ എങ്ങനെ വിളിച്ചു, എടാ നീ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു പറഞ്ഞു. ഇത്ര മാന്യനാ നീ, കുറെ മാന്യത നടിച്ചിട്ടുണ്ടല്ലോ, ഇത്ര ഞാൻ കരുതിയില്ല. നിനക്ക് കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, മോശം കഥകൾ. അന്ന് ഞാൻ വിശ്വസിച്ചതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ അത് പൂർണ്ണമായി. അത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഞാൻ സമ്മതിക്കും, പക്ഷെ നീ വിചാരിക്കുന്ന അത്ര ആഴത്തിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്താണ് ഇവൻ ഉദ്ദേശിച്ച ആഴം? ഹോട്ടൽ മുറിയിൽ നിന്ന് ഞാൻ പിടിക്കണമായിരുന്നു ഇവനെ. അതോടുകൂടി ഞാൻ ഒരുത്തനെയും ചതിച്ചിട്ടില്ല, ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അന്തസ്സായിട്ട് ഞാൻ അയാളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് നോക്കി പറയാം എനിക്ക് ഒരു ഡിവോഴ്സ് വേണം. അതല്ലാതെ രണ്ടും വെച്ചുകൊണ്ടുള്ള 2 പാത്രത്തിലുള്ള തീറ്റ അത് നടക്കത്തില്ല. അതൊരു ഭാര്യയ്ക്ക് അനീതിയും മറ്റവൾക്ക് സുഖവും.